ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായ 1 കപ്പ് വെള്ളവും 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ ഗ്ലിസറിനും 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ അല്പം ഫുഡ് കളറും എസൻഷ്യൽ ഓയിലും എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന എസൻഷ്യൽ ഓയിൽ ലെമണിൻ്റെയാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള എസൻഷ്യൽ ഓയിൽ എടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓണാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന വെള്ളവും കോൺഫ്ലോറും വിനാഗിരിയും പിന്നെ ഗ്ലിസറിനും എസൻഷ്യൽ ഓയിലും എല്ലാം കൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യേണ്ടത്. എസൻഷ്യൽ ഓയിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ നമുക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ ഇവിടെ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഫുഡ് കളർ ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നുണ്ട്, ഒരു ഡ്രോപ്പ് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫാബ്രിക് കണ്ടീഷണർ റെഡി ആയിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം നമുക്ക് കുപ്പികളിൽ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാണ് വളരെ നല്ലത്. കാരണം ഇത് ഹോം മെയ്ഡ് ഫാബ്രിക് കണ്ടീഷണർ ആണല്ലോ. നമ്മൾ ഒരു 3-4 പ്രാവശ്യം തുണി ഊരിപ്പിഴിയുമ്പോൾ ലാസ്റ്റത്തെ വെള്ളത്തിലാണ് ഇത് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തുണികൾക്ക് നല്ലൊരു സുഗന്ധവും നല്ലൊരു പുതുമയും ഒക്കെ കിട്ടുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഓക്കേ.